ചിറക്കര മധു, റിട്ടയർഡ് എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ചിറക്കര മധു, 2 സെക്ഷനുകളാണ് ഇപ്പോൾ NDPS ആക്ടുമായി ബന്ധപ്പെട്ട് സെക്ഷൻ 27, സെക്ഷൻ 29 ചുമത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ അസാധാരണമായ ഒരു സാഹചര്യമാണ് പോലീസ് ഫേസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വകുപ്പിന്റെ പ്രത്യേകത, ഈ വകുപ്പ് ചാർത്തപ്പെടുമ്പോൾ ഇനി സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കാവുന്ന ഗ്രൗണ്ടാണോ ഉള്ളത്, അതല്ല കോടതിയിൽ ഹാജരാക്കിയതിന് ശേഷം ഉള്ള നടപടി എന്താണ് പ്രസക്തി? നമസ്കാരം. ഇതിനകത്ത് പറയാനുള്ളത് 27 എന്ന് പറയുന്ന വകുപ്പ് അദ്ദേഹം മയക്കുമരുന്ന് ഉപയോഗിച്ചു എന്നുള്ളത് തെളിയുന്ന സമയത്ത് മാത്രമാണ് 27 എന്ന വകുപ്പ് പ്രായോഗികമാവുന്നത്. അത് ജാമ്യം കിട്ടുന്ന ഒരു വകുപ്പാണ്. ഒന്നാമത്തെ കാര്യം, അതിനകത്ത് 6 മാസം വരെ തടവും 10,000 രൂപ വരെ പിഴയും ഉള്ള ഒരു ജാമ്യം കിട്ടുന്ന ഒരു വകുപ്പ് മാത്രമാണ് 27 എന്ന് പറയുന്ന സെക്ഷനിലുള്ളത്. അത് അദ്ദേഹത്തിന്റെ യൂറിനോ ബ്ലഡോ മുടിയോ ഒക്കെ പരിശോധിച്ചിട്ട് അദ്ദേഹം മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന വ്യക്തിയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ആ സെക്ഷൻ നിലവിൽ വരത്തുള്ളൂ. ഇതാണ് ഒന്നാമത്തെ കാര്യം, 27 എന്ന് പറയുന്ന സെക്ഷൻ. രണ്ടാമത്തെ കാര്യം 29 ആണ്. 29 എന്ന് പറയുന്ന സെക്ഷന്റെ അടിസ്ഥാനപരമായിട്ട് വേണ്ടുന്നൊരു കാര്യമുണ്ട്. അതെന്താന്ന് പറഞ്ഞാൽ, ഒരു കേസ്, ഒരു FIR, ഈ മയക്കുമരുന്നിനെ സംബന്ധിച്ച് ഒരു FIR രജിസ്റ്റർ ചെയ്യപ്പെടുന്നു എന്ന് കരുതുക. അപ്പൊ അതിനകത്ത് കഞ്ചാവോ MDMA എന്തെങ്കിലും ഒരു സാധനം കണ്ടുപിടിച്ച ഒരു മയക്കുമരുന്ന് കേസ് രജിസ്റ്റർ ചെയ്യും. അതിൽ ഒന്നിലധികം പ്രതികളുള്ള ഒരു കേസാണെന്ന് കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പ്രതികളും ഒരുപക്ഷെ ഇനി കൂട്ടിച്ചേർക്കാവുന്ന പ്രതികളും പരസ്പരം ഈ വ്യാപാരത്തിന് വേണ്ടി, ഇത് കൊണ്ടുവരുന്നതിന് വേണ്ടി, വിൽക്കുന്നതിന് വേണ്ടി പരസ്പരം ഗൂഢാലോചന നടത്തി എന്നുള്ള സെക്ഷനാണ് സെക്ഷൻ 29 എന്ന് പറയുന്നത്. അത് ജാമ്യം, ഇതൊക്കെ വഴിയെ തെളിയിക്കണം. അത് തെളിഞ്ഞാൽ മാത്രമേ ഈ സെക്ഷൻ അട്രാക്ട് ചെയ്യത്തുള്ളൂ. ഇപ്പൊ സെക്ഷൻ എയറിലാണ്. അതെ, അതായത് ഇപ്പോൾ ശൂന്യാവസ്ഥയിലാണ്. ഇനി അത് ഈ പറയുന്ന അടുത്ത ചുവടുവയ്പ്പാണ് ഈ പറയുന്ന കൺസംഷൻ എന്ന സെക്ഷൻ. അത് 27ന്റെ ഭാഗമായി വരുന്നു. മറ്റേത് അമെന്റ്മെന്റ് ആണ്. ഗൂഢാലോചന വരുന്നുള്ളൂ. ഒരാൾ മാത്രം എന്ത് ഗൂഢാലോചന നടത്താനാണ്? മറ്റേത് കോൺസ്പിറസി. കോൺസ്പിറസി എന്ന് പറയുന്ന സംഭവം, ഗൂഢാലോചന വരണമെങ്കിൽ ഒന്നിലധികം ആളുകൾ ചേർന്ന് ഈ മയക്കുമരുന്ന് കൊണ്ടുവരാനോ വിൽപ്പന നടത്താനോ ഉപയോഗിക്കാനോ വേണ്ടി നടത്തുന്ന ഗൂഢാലോചനയുടേതാണ് 29 എന്ന് പറയുന്ന വകുപ്പ്. അതായത് 27, 29, 27 പറയുന്ന കൺസെപ്ഷൻ, അത് ജാമ്യം കിട്ടുന്ന വകുപ്പാണ്. നമ്മൾ പ്രധാനമായി എടുക്കണ്ട. ജാമ്യം കിട്ടും. അത് 6 മാസം വരെ തടവോ 10,000 രൂപ പിഴയോ രണ്ടും കൂടെയോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ല, ഈ സ്റ്റേഷൻ ജാമ്യം കിട്ടുമോ? അതിൽ സ്റ്റേഷൻ ജാമ്യം കിട്ടുന്ന വകുപ്പാണ് 27. 29 ആണ് പ്രധാനപ്പെട്ട വകുപ്പ്. പക്ഷെ ആ വകുപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഒന്നിലധികം പ്രതികൾ വേണം. അതിലൊരു മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു സാധനം നമ്മൾ പിടികൂടിയിരിക്കണം. ആ സാധനം കൊണ്ടുവരുന്നതിനും വിൽക്കുന്നതിനും ഇവർ പരസ്പരം ഗൂഢാലോചന നടത്തി എന്നുള്ളതാണ് വകുപ്പ്. അതിന്റെ ശിക്ഷ എന്ന് പറയുന്നത് ആ സാധനത്തിന് എത്രയാണോ ശിക്ഷ വിധിക്കുന്ന അത് തന്നെയാണ് ഇവർക്കുള്ള ശിക്ഷ. അതായത് കുറച്ചുകൂടി ക്ലാരിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 27ാമത്തെ വകുപ്പിൽ 1 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന വകുപ്പാണ് 6 മാസം വരെ തടവും 10,000 രൂപ പിഴയും രണ്ടും 6 മാസം വരെ. പക്ഷെ അവിടെ ഈ കൺസംഷൻ, അതായത് ഉപയോഗം നടന്നിരുന്നു എന്ന് തെളിയണം. അത് മുടിയോ വിയർപ്പോ പിന്നെ യൂറിനോ ബ്ലഡോ ഒക്കെ പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് കിട്ടിയാണെങ്കിൽ 27 അട്രാക്ട് ചെയ്യും. പിന്നെ 29 ഈ പറയുന്ന അതുകൊണ്ട് അട്രാക്ട് ചെയ്യപ്പെടുകയില്ല. അതായത് അത് പ്രേരണയും വരുന്നു, ഗൂഢാലോചനയും വരുന്നു. അതിൽ ഗൂഢാലോചനയും പ്രേരണയും വരണമെങ്കിൽ മറ്റൊരു വ്യക്തി വേണം. ഒരു മെറ്റീരിയൽ ആയിട്ടുള്ള സാധനം നമുക്ക് കിട്ടണം. അത് വിൽപ്പന നടത്താനോ ഉപയോഗിക്കാനോ കൊണ്ടുവരാനോ വേണ്ടി ഇവർ പരസ്പരം ഗൂഢാലോചന നടത്തി എന്നുള്ളതാണ് അവിടെ അട്രാക്ട് ചെയ്യുന്ന സെക്ഷൻ. അത് ഗൗരവമുള്ളതാണ് സെക്ഷൻ. അതിനകത്ത് ഇപ്പോ കഞ്ചാവും മറ്റുമൊക്കെ ആണെങ്കിൽ 10 വർഷം തടവ്, 1 ലക്ഷം തൊട്ട് 2 ലക്ഷം വരെ പിഴ. അതാണ് അതിന്റെ ശിക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, നമ്മളിപ്പോൾ പറയുന്ന സ്പോട്ടിൽ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യലിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന വ്യക്തി, അതായത് വൈദ്യപരിശോധനയ്ക്കായി മറ്റ് ലാബിലേക്കൊന്നും പോയിട്ടുമില്ല. അപ്പോൾ നിലവിലെ അവസ്ഥയിൽ ഈ 2 വകുപ്പും എയറിൽ നിൽക്കുകയാണ്. അത് ഇപ്പം അദ്ദേഹത്തിന്റെ പിന്നെ ശാരീരിക സ്രവങ്ങൾ പരിശോധനയിൽ അദ്ദേഹം ഉപയോഗിച്ചു എന്ന് തെളിയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഈ 27 എന്ന് പറയുന്നത് അട്രാക്ട് ചെയ്യും. അത് ജാമ്യം കിട്ടുന്ന വകുപ്പാണ്. പരമാവധി 6 മാസം വരെ തടവും 10,000 രൂപ പിഴയുമേ ഉള്ളൂ. പക്ഷെ 29 എന്ന് പറയുന്നത് എങ്ങനെയാണ് അവർ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്ക് നല്ല സംശയമുണ്ട്. പക്ഷെ അവിടെ മറ്റൊരാളുടെ സാന്നിധ്യം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അയാളെ ചോദ്യം ചെയ്യുക, അയാളിൽ നിന്നുള്ള വിവരങ്ങളൊക്കെ തേടിയിട്ടുണ്ട്. അപ്പോൾ ആ രീതിക്ക് എന്തെങ്കിലും ഡേറ്റാസ് വെച്ചുള്ള സെക്ഷൻ ആയിരിക്കും. പോലീസിന്റെ കയ്യിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ടൂൾ ഉണ്ടായിരിക്കാം. നമുക്കത് അവർ വെളിവിടാത്തായിരിക്കാം. അപ്പോൾ ഈ സ്റ്റേഷൻ ജാമ്യം നൽകാം.
27 ആണെങ്കിൽ ശേഷം ജാമ്യം അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഹാജരാക്കിയ പോലും അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കാം. മറ്റേതിന്റെ ഈ 29-ൽ ഈ ഗൂഢാലോചനയ്ക്കായി ഗൗരവമുള്ള വിഷയമാണ്. ഒന്നിലധികം പ്രതികൾ ഉണ്ടാവണം, മെറ്റീരിയൽ ഉണ്ടാവണം, ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യപ്പെടണം. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പോലീസിന്റെ കയ്യിൽ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് അറിഞ്ഞിട്ടുള്ളൂ. നമ്മൾ ഇതൊന്നും കാണാതെ അല്ലേ സംസാരിക്കുന്നത്. അല്ല, ഈ വ്യക്തി തന്നെ പോലീസിനോട് സമ്മതിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞ ആശയവിനിമയം നടത്തിയ നേരത്തെയും ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് ലഹരി ചികിത്സ തേടിയിട്ടുള്ളതായി പറയപ്പെടുന്നുണ്ട്. പിന്നീടുള്ള മുൻകാലത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കേസുണ്ട്. അതിനുശേഷം ഇയാളെ ട്രാക്ക് ചെയ്തിട്ടുണ്ട്. മൊബൈൽ 3 മൊബൈലാണ്. അതിൽ ഒരു മൊബൈൽ ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നു. അപ്പോൾ ഈ പറയുന്ന 29 സെക്ഷൻ വെച്ച് ഗൂഢാലോചന, പ്രേരണ, ഈ പറയുന്ന മറ്റാരുകളുമായിട്ടുള്ള കണക്ഷൻ, ലഹരിയുമായി ബന്ധപ്പെട്ട് അതൊക്കെ തെളിയിക്കുക എളുപ്പമാണ്. അതൊക്കെ നമ്മൾ കാണാത്ത ഒരു മറുവശത്ത് നിൽക്കുകയാണ്. അത് പുറത്തേക്ക് വന്നാലേ നമുക്ക് അഭിപ്രായം പറയാൻ കഴിയുള്ളൂ. ഇനിയിപ്പോൾ ഈ ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു വ്യക്തതയ്ക്ക് വേണ്ടി, ഈ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോകുന്നു എന്ന് പറയുമ്പോൾ അവിടെ എങ്ങനെയാണ് രക്തപരിശോധന? ഇത്ര ദിവസമായി കഴിഞ്ഞുവല്ലോ, ഇപ്പൊ 2 ദിവസം കഴിഞ്ഞു. ഇനി കിട്ടാൻ ലഹരി ഉണ്ടെങ്കിൽ ഈ സമയപരിധി അല്ല, അതിനകത്തൊന്നും ഒരു വിഷയമില്ല. തുടർച്ചയായി മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അയാളുടെ മുടിയിൽ നിന്നും വിയർപ്പിൽ നിന്നും ഒക്കെ നമുക്ക് 1 മാസം വരെയൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. വിയർപ്പിൽ നിന്നൊക്കെ 14 ദിവസത്തിനകം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. വിയർപ്പിൽ നിന്ന് യൂറിൽ നിന്ന് 7 ദിവസത്തിനും കണ്ടുപിടിക്കാൻ പറ്റും. മുടി പരിശോധിച്ചാൽ 30 ദിവസം വരെ പരിശോധിച്ചാൽ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ മുടി, സ്രവം, യൂറിൻ ഇതൊക്കെ ഈ വ്യക്തിയിൽ നിന്നും ശേഖരിക്കണം. അതിന് മറ്റനുമതി എന്തെങ്കിലും തേടേണ്ട കാര്യമുണ്ടോ? ഒന്നും വേണ്ട. അത് പോലീസിന് സംശയം ഉണ്ടെങ്കിൽ അത് ഇദ്ദേഹത്തിന്റെ സമ്മതം പോലും വേണ്ട. അവർക്ക് പരിശോധിക്കാൻ ഒരു കുഴപ്പമില്ല. അത് നർക്കോട്ടിക്സ് നിയമപ്രകാരം അങ്ങനെ ചെയ്യാം. പക്ഷെ മറ്റ് നിയമങ്ങൾ പ്രകാരം ഇദ്ദേഹത്തിന്റെ സമ്മതം വേണം. ഇതിൽ അദ്ദേഹത്തിന്റെ സമ്മതത്തിന്റെ ആവശ്യമില്ല. ഏത് ലഹരിയാണെങ്കിലും അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമോ? നമുക്ക് ഈ കണ്ടുപിടിക്കാൻ പറ്റും. അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ലഹരി പരിശോധന മാർഗമുണ്ട്, പൊതുവായ ഒരു മാർഗമുണ്ട്. പൊതുവായ മാർഗത്തിൽ ചില പ്രത്യേക സാധനങ്ങൾ കണ്ടുപിടിക്കും. ചില സാധനങ്ങൾ കണ്ടുപിടിക്കാൻ സ്പെസിഫിക് ആയ ടെസ്റ്റുകൾ തന്നെ ചെയ്യേണ്ടി വരും. അത് അനുഭവ സമ്പത്തുള്ള വ്യക്തി എന്ന നിലയിൽ ഞാൻ ചോദിക്കുകയാണ്. കാരണം ഇത് എല്ലാവർക്കും ഒരു സംശയം നിലനിൽക്കുകയാണ്. ഈ ലഹരി ഇപ്പോൾ എന്താണ് പൊതുവൊരു ധാരണ, ഇത്ര ദിവസം ഷൈനിത കുറേ ദിവസത്തേക്ക് മാറി നിൽക്കുന്നു, അവിടെ ഷൈനയെ ഉടനടി പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല, അപ്പോൾ രക്തം പരിശോധിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ഈ പറയുന്ന 2015 ആ വളരെ പ്രമാദമായ ആ കേസ് കൂടെ ചേർത്ത് വെച്ചാണ് അവിടുത്തെ പരാജയം കൂടി കണ്ട് മറ്റൊരു പരാജയം സംഭവിക്കാതെ ഇരിക്കാനുള്ള നടപടി കൂടി ആണിപ്പോൾ. അത് വെച്ചുകൂടി ആണ് ചോദിക്കുന്നത്. എത്ര ദിവസം, അത് എങ്ങനെയാണ് യൂറിൻ എടുക്കുകയാണെങ്കിൽ അത് എങ്ങനെയാണ് കൾച്ചർ അങ്ങനെയാണ് പരിശോധിക്കേണ്ടത്? അത് എല്ലാ ലഹരിയും അതിന്റെ പരിധിയിൽ വരും. ഏതൊക്കെ ടെസ്റ്റുകളാണ് നടക്കുന്നത്? അതിന്റെ ഒരു രത്നച്ചുരുക്കം കൂടി പറഞ്ഞാൽ. അതിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ 2015 പരാജയത്തെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, 2015 ഇവർ ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്ന സമയത്താണോ ഉപയോഗിച്ചതിന് ശേഷമാണോ സാമ്പിൾ എടുത്തതെന്നതിനെ സംബന്ധിച്ച് നമുക്ക് വ്യക്തതയില്ല. അപ്പൊ ഉപയോഗിക്കാൻ തയ്യാറെടുക്കുന്ന സമയത്താണ് ഇവരുടെ സാമ്പിളൊക്കെ പരിശോധിച്ചെങ്കിൽ അത് നെഗറ്റീവ് ആയിരിക്കും. അതുകൊണ്ടായിരിക്കും അത് പരാജയപ്പെട്ടു പോയത്. പിന്നെ ഇത് ബാക്കിയുള്ള കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂറിന്റെ ടെസ്റ്റ് എന്ന് പറയുന്നത് ഏത് മയക്കുമരുന്നിനെ സംബന്ധിച്ച് നോക്കിയാലും മിക്കവാറും യൂറിൻ പരിശോധന 7 ദിവസത്തിനകം വെച്ചിട്ട് നടത്തിയാൽ അത് വ്യക്തമായ പോസിറ്റീവ് റിസൾട്ട് വരും. അപ്പോൾ 7 ദിവസത്തിനുള്ളിൽ അറിയാൻ കഴിയും കൊക്കൈനാണോ മറ്റേതെങ്കിലും ആണോ, എല്ലാം അത് അറിയാൻ കഴിയും. അതിനകത്ത് ആകെ ചെറിയ പ്രശ്നങ്ങൾ വരുന്നതെന്ന് പറയുന്നത് ഈ മയക്കുമരുന്ന് ഉപയോഗിച്ച വ്യക്തി മറ്റെന്തെങ്കിലും കെമിക്കൽ ആയിട്ടുള്ള സാധനങ്ങൾ ഇതിന് ശേഷം ഉപയോഗിക്കുക, ചില ആന്റിബയോട്ടിക്കുകൾ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിനകത്ത് ചെറിയ എറർ കാണിക്കുമെന്നേ ഉള്ളൂ. പക്ഷേ റിസൾട്ട് പോസിറ്റീവ് വരുന്നതിന് തടസ്സമാവുകയില്ല. അതായത് ഇതൊക്കെ അറിയാവുന്ന, നേരത്തെ കൈകാര്യം ചെയ്ത് ഇങ്ങനെ രക്ഷപ്പെടാനൊക്കെ 10 വർഷം ഞങ്ങൾ ഫൈറ്റ് ചെയ്തതാണ്, ഇതൊക്കെ ഓലപ്പാമ്പാണ് എന്ന് പറഞ്ഞ കുടുംബത്തിലെ ഒരു വ്യക്തിയാണ് ഇപ്പോൾ പിടിയിലാകുന്നത്. അപ്പോൾ നമുക്കൊക്കെ ഇതറിയാം എങ്ങനെ തേച്ച് മായ്ക്കണമെന്നൊക്കെ റിസർച്ച് നടത്തിയവരായിരിക്കുന്നിരിക്കണം. ഒരു സെക്കൻഡ് പറഞ്ഞോട്ടെ. അതായത് കോടിക്കണക്കിന് ആരാധകരുണ്ടായിരുന്ന, ട്രില്യൺ കണക്കിന് സ്വത്തുണ്ടായിരുന്ന ആളാണ് മൈക്കൽ ജാക്സൺ. അദ്ദേഹം വളരെ വൈകാരികമായിട്ട് ജനങ്ങളെ സമീപിക്കുകയും ജനങ്ങൾക്ക് ഹാർട്ടിൽ, അവരുടെ ഹൃദയത്തിൽ ഇടം പിടിച്ച ആളായിരുന്നു മൈക്കൽ ജാക്സൺ. പക്ഷെ ഒരു സമയം കഴിഞ്ഞപ്പോൾ മയക്കുമരുന്നിലേക്ക് പോയപ്പോൾ അദ്ദേഹത്തിന് സംഭവിച്ച ദയനീയമായ അന്ത്യം നമ്മളെല്ലാം കണ്ടതാണ്. ഈ പറയുന്ന ഇട്ടാവട്ടത്തിലുള്ള കേരളത്തിലെ ഒരു സിനിമാ നടൻ എന്ന് പറയുമ്പോഴത്തേക്ക് മൈക്കൽ ജാക്സണുമായി കമ്പയർ ചെയ്യുമ്പോൾ എത്രയോ ചെറുതാണ്. അത് അവർ മനസ്സിലാക്കിയാൽ നന്നായിരിക്കും.